Hello everyone, welcome to this video. In a video, transmission modes in computer networks എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ സിജ, സൈബർടെക് സൊല്യൂഷൻസ്, വർക്കല. Transmission modes in computer networks. Transmission modes or data flow in data communication. Transmission mode എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ഡിവൈസസ് തമ്മിൽ ഡേറ്റ ഷെയറിംഗ് നടക്കും. ആ ഡേറ്റ ഷെയറിംഗ് അല്ലെങ്കിൽ ആ ഡേറ്റ ഫ്ലോയുടെ ഡയറക്ഷനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ട്രാൻസ്മിഷൻ മോഡ്. ട്രാൻസ്മിഷൻ മോഡ് ഡിഫൈൻ ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഡേറ്റ ഫ്ലോ ബിറ്റ്വീൻ ദ ഡിവൈസസ് ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ക്ലിയർ? നോക്കാം. The way in which data is transmitted from one device to another device is known as transmission mode or communication mode. Okay, നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. സെറ്റ് ഓഫ് ഡിവൈസസ് കണക്റ്റഡ് ത്രൂ എ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് അതിനുള്ളിൽ നമുക്ക് എന്താണ് ചെയ്യുക? ഡേറ്റ ഷെയറിംഗ് ആണ് നടക്കുക, അല്ലെങ്കിൽ ഡേറ്റ മൂവ്മെന്റ് അല്ലെങ്കിൽ ഡേറ്റ ഫ്ലോ ആണ് നടക്കുക. ആ ഒരു ഡേറ്റ ഫ്ലോയുടെ ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ട്രാൻസ്മിഷൻ മോഡ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ ട്രാൻസ്മിഷൻ മോഡ് ഈസ് ഡിഫൈൻഡ് ഇൻ ദ ഫിസിക്കൽ ലെയർ. നമുക്കറിയാം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഫോം ചെയ്യുമ്പോൾ അതിന്റെ ലോവസ്റ്റ് ലെയർ അല്ലെങ്കിൽ ലെയർ 1 എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ ലെയറിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ നെറ്റ്വർക്കിലുള്ള ഡിവൈസസ് തമ്മിലുള്ള ഡേറ്റ മൂവ്മെന്റ് അല്ലെങ്കിൽ ഡേറ്റ ഷെയറിംഗ് ഏത് മോഡ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ട്രാൻസ്മിഷൻ മോഡ് ഡിഫൈൻ ചെയ്യേണ്ടതും ഏതിൽ തന്നെയാണ്? ഫിസിക്കൽ ലെയറിൽ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രാൻസ്മിഷൻ മോഡ്സ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ട്രാൻസ്മിഷൻ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് ഡേറ്റ ഫ്ലോ അല്ലെ? ആ ഡയറക്ഷൻ ഓഫ് ഡേറ്റ ഫ്ലോയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ട്രാൻസ്മിഷൻ മോഡ് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, there are 3 types of transmission mode or communication mode. First one simplex, second one half duplex, third full duplex. Okay, നമ്മൾ ഈ ട്രാൻസ്മിഷൻ മീഡിയം അല്ലെങ്കിൽ ആ ട്രാൻസ്മിഷൻ മോഡ് ക്ലാസിഫൈ ചെയ്യുന്നത് എപ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും? ആ ഡേറ്റ ഫ്ലോയുടെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ആ കമ്മ്യൂണിക്കേഷൻ ലിങ്കിലൂടെ ഷെയർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ മൂവ് ചെയ്യുന്ന ഡേറ്റയുടെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ട്രാൻസ്മിഷൻ മോഡിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? സിംപ്ലെക്സ് മോഡ്, സെക്കൻഡ് വൺ ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ്, തേർഡ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. ക്ലിയർ? നമുക്കിനി ഓരോ മോഡിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ സിംപ്ലെക്സ് മോഡ്. In simplex mode, the communication is unidirectional. Only one of the two devices on a link can transmit. The other can only receive. നമുക്കറിയാം, സിംപ്ലെക്സ് മോഡില്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സിംപ്ലെക്സ് മോഡില് കമ്മ്യൂണിക്കേഷൻ യൂണിഡയറക്ഷണൽ ആണ്. അതായത് ഒരു ഡിവൈസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വർക്ക് സ്റ്റേഷനിൽ നിന്ന് ഡേറ്റ മറ്റൊരു വർക്ക് സ്റ്റേഷനിലേക്ക് മൂവ് ചെയ്യും. അതായത് ആ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മൂവ് ചെയ്യുള്ളൂ. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമുക്ക് നോക്കാം. വർക്ക് സ്റ്റേഷൻ 1 ആൻഡ് വർക്ക് സ്റ്റേഷൻ 2. ഈ വർക്ക് സ്റ്റേഷൻ 1 നിന്ന് ഡേറ്റ വർക്ക് സ്റ്റേഷൻ 2ലേക്ക് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. ഒരിക്കൽ പോലും വർക്ക് സ്റ്റേഷൻ 2 വർക്ക് സ്റ്റേഷൻ 1ലേക്ക് ഡേറ്റ എന്ത് ചെയ്യില്ല? മൂവ് ചെയ്യില്ല. അതായത് ട്രാൻസ്മിഷൻ ഒരു ഡയറക്ഷനിൽ മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ പറയുന്നതാണ് സിംപ്ലെക്സ് മോഡ്. ക്ലിയർ? The simplex mode can use the entire capacity of the channel to send data in one direction. നമുക്കറിയാം, നമ്മൾ ഈ ഡിവൈസസ് എല്ലാം കണക്റ്റഡ് ത്രൂ എ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്ന് പറഞ്ഞു. ആ ഒരു ചാനൽ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്കിന്റെ ഫുൾ ബാൻഡ് വിഡ്ത്ത്, അതായത് ഫുൾ കപ്പാസിറ്റിയും നമുക്ക് ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ഡേറ്റ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. അതായത് തിരിച്ച് ഡേറ്റ ഒന്നും എന്ത് ചെയ്യുന്നില്ല, തിരിച്ചൊരു മൂവ്മെന്റ് ഇല്ലല്ലോ. ഇതൊരു യൂണി ഡയറക്ഷൻ ആണ്. അതായത് വൺ വേ ഡയറക്ഷൻ, വൺ വേ ട്രാഫിക് ആണ് സിംപ്ലെക്സ് മോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ചാനലിന്റെ എൻറ്റയർ ബാൻഡ് വിഡ്ത്തും അല്ലെങ്കിൽ എൻറ്റയർ കപ്പാസിറ്റിയും എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ആ വൺ ഡയറക്ഷൻ മൂവ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. കീബോർഡ് നമുക്കറിയാവുന്നതാണ്. കീബോർഡിൽ നിന്ന് നമ്മൾ പ്രസ് ചെയ്താൽ കീസ്, അല്ലാതെ ഒരിക്കലും നമ്മുടെ മോണിറ്ററിൽ നിന്ന് വേറെ എന്തെങ്കിലും തിരിച്ച് കീബോർഡിലേക്ക് വരുമോ? ഇല്ല, അങ്ങോട്ടേക്കാണ് കൊടുക്കുക. അതുപോലെ റിമോട്ട് കൺട്രോൾ,
അല്ലേ? ടി വിന്ന് സിഗ്നൽസ് റിമോട്ടിലേക്കല്ല വരിക, നമ്മൾ റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്ത് ടി വി ആണ് കൺട്രോൾ ചെയ്യുക. നമ്മുടെ ലൈവ് എക്സാമ്പിൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ നോക്കാം. റേഡിയോ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്. ഓക്കെ, നമുക്ക് ഈ റേഡിയോ സ്റ്റേഷനിലും ഒക്കെ സിഗ്നൽസ് എന്താണ് കിട്ടുക? ലിസണേഴ്സിന് കിട്ടുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, തിരിച്ചൊരു മൂവ്മെന്റ്, ഡേറ്റ മൂവ്മെന്റ് അവിടെ നടക്കുന്നില്ല. ഓക്കെ, അതൊരു യൂണി ഡയറക്ഷണൽ ഡേറ്റ ട്രാൻസ്മിഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റേഡിയോ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഏത് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയാം? സിംപ്ലെക്സ് മോഡ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയാം. ക്ലിയർ? നമ്മൾ പറഞ്ഞു ഇനി സെക്കൻഡ് വൺ, ഹാഫ് ഡ്യൂപ്ലെക്സ്. In half duplex mode, each station can both transmit and receive, but not at the same time. നമ്മുടെ സിംപ്ലെക്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു the data movement in only one direction, that is unidirectional. Okay. Secondly, നമ്മൾ വന്നു ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ്. ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡിൽ നമ്മൾ പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റ മൂവ് ചെയ്യിക്കാൻ പറ്റും. അതായത് ഓരോ സ്റ്റേഷനും, ഈച്ച് സ്റ്റേഷൻ ക്യാൻ ബോത്ത് ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ്. ഓരോ സ്റ്റേഷനും ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. പക്ഷെ അവിടെ ഒരു ലിമിറ്റേഷൻ ഉള്ളത്, നോട്ട് അറ്റ് ദ സെയിം ടൈം. അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും കഴിയില്ല. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ മൂവ്മെന്റ് ഉണ്ട്. ക്ലിയർ? നോക്കാം. The entire bandwidth of the communication channel is utilized in one direction at a time. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ടു ആൻഡ് ഫ്രോ ഡേറ്റ മൂവ്മെന്റ് ഉണ്ടെങ്കിലും അറ്റ് ദ സെയിം ടൈം അങ്ങനെയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു വർക്ക് സ്റ്റേഷനിൽ നിന്ന് അടുത്ത വർക്ക് സ്റ്റേഷനിലേക്ക് ഡേറ്റ മൂവ് ചെയ്യുന്ന സമയത്ത് ആ കമ്മ്യൂണിക്കേഷൻ ചാനലിന്റെ എൻ്റയർ ബാൻഡ് വിഡ്ത്തും അല്ലെങ്കിൽ എൻ്റയർ കപ്പാസിറ്റിയും ആ ഒരു ഡേറ്റ ഫ്ലോയ്ക്ക് തന്നെ ഉപയോഗിക്കാം. ക്ലിയർ? അത് ആ ഒരു മൂവ്മെന്റ് കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പിന്നെ വേറൊരു ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഒരു ഡേറ്റ ഫ്ലോ അവിടെ വരുന്നുള്ളൂ. ഓക്കെ. Next, in half duplex mode, it is possible to perform the error detection. And if any error occurs, then the receiver requests the sender to retransmit the data. Clear? ഇവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഡ്യൂപ്ലെക്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ടു ആൻഡ് ഫ്രോ നമുക്ക് ഡേറ്റ മൂവ്മെന്റ് നടക്കും. പക്ഷെ എന്തില്ല, സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കില്ല. പക്ഷെ അങ്ങനെ ചാൻസ് ഇല്ലേ? അറ്റ് എ പെർട്ടിക്കുലർ ടൈമിൽ ഡേറ്റ മൂവ്മെന്റ് നടന്നാലോ? അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? കൊളിഷൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ കൊളിഷൻ ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യണം. ഡിറ്റക്ട് ചെയ്തിട്ട് ആ ഡേറ്റ എന്ത് ചെയ്യണം? റീട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് എറർ ഡിറ്റക്ഷൻ പോസിബിൾ ആണ് എന്ന് പറയുന്നത്. ക്ലിയർ? ഈ ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡില് ഒരു ഡയറക്ഷനിൽ നിന്ന്, അതായത് ഒരു വർക്ക് സ്റ്റേഷനിൽ നിന്ന്, വർക്ക് സ്റ്റേഷൻ ഇവിടെ നോക്കാം, വർക്ക് സ്റ്റേഷൻ 1 നിന്ന് വർക്ക് സ്റ്റേഷൻ 2ലേക്ക് ഡേറ്റ മൂവ്മെന്റ് നടക്കും. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ വർക്ക് സ്റ്റേഷൻ 2 വർക്ക് സ്റ്റേഷൻ 1ലേക്കും ഡേറ്റ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഡേറ്റ മൂവ്മെന്റ്സ് തമ്മിലൊരു കൊളിഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവ തമ്മിൽ എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. ഇപ്പൊ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, അത് റിസീവ് ചെയ്യോ ചെയ്യാൻ പറ്റത്തില്ല. റിസീവർക്ക് അത് എന്ത് ചെയ്യില്ല, റിസീവ് ചെയ്യപ്പെടില്ല. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾ നമ്മൾ ഏതിൽ ഉപയോഗിക്കും? ഈ ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡിൽ ഉപയോഗിക്കും. അതാണ് CSMA വിത്ത് CD, കാരിയർ സെൻസ് മൾട്ടിപ്ലക്സസ് വിത്ത് കൊളിഷൻ ഡിറ്റക്ഷൻ. അങ്ങനെ ഒരു കൊളിഷൻ അവിടെ ഒക്കർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ഡിറ്റക്ട് ചെയ്യുകയും അത് റീട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ സിംപ്ലെക്സ് മോഡ് പറഞ്ഞ സമയത്ത് അങ്ങനെ ഒരു കൊളിഷൻ വരുമോ? ഇല്ല. കാരണം എന്താണ്? അതൊരു യൂണി ഡയറക്ഷൻ ആണ്. ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് പറയുമ്പോൾ അത് എന്താണ്? ടു ആൻഡ് ഫ്രോ ഡേറ്റ ഫ്ലോ ഉണ്ട്. പക്ഷെ അത് എന്ത് സാധിക്കുകയില്ല, അറ്റ് ദ സെയിം ടൈം അത് സാധിക്കുകയില്ല. അപ്പൊ അങ്ങനെ സാധിച്ചാലോ, അങ്ങനെ സാധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡിറ്റക്ട് ചെയ്ത് റീട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ റീട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾ ആണ് എന്ത്? CSMA വിത്ത് CD. Clear? Next one and final one, full duplex mode. Sorry, നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ നോക്കിയില്ലായിരുന്നു. ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡിന്റെ എക്സാമ്പിൾ വാക്കി ടോക്കി ആണ്. വാക്കി ടോക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് ഓഫീസേഴ്സിന്റെ കയ്യിലിരിക്കുന്ന ഒരു ഡിവൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? അതിനകത്ത് സ്പീക്ക് ചെയ്യാനും പറ്റും, ലിസൺ ചെയ്യാനും കഴിയും. പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് നടക്കില്ല. ഓക്കെ, സൈമൾട്ടേനിയസ് ആയിട്ട് അത് ഉണ്ടാവില്ല. അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ,
full duplex mode. Full duplex mode, in full duplex mode, also called duplex, both stations can transmit and receive simultaneously. നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ ഹാഫ് ഡ്യൂപ്ലെക്സിൽ നിന്ന് ആ ഹാഫ് ഡ്യൂപ്ലെക്സിൽ നമ്മൾ എന്ത് ലിമിറ്റേഷൻ ആണോ പറഞ്ഞത് അത് ഓവർകം ചെയ്തുകൊണ്ടാണ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെ? അതായത് ബോത്ത് സ്റ്റേഷൻ അല്ലെങ്കിൽ രണ്ട് സ്റ്റേഷനും എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. എങ്ങനെ? സൈമൾട്ടേനിയസ്ലി, അതായത് അറ്റ് ദ സെയിം ടൈം എന്ത് നടക്കും? ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും കഴിയും. ക്ലിയർ? ഓക്കെ. ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിൽ ടു ആൻഡ് ഫ്രോ ഡേറ്റ ഫ്ലോ പ്രോപ്പർ ആയിട്ട് നടക്കും, അറ്റ് ദ വെരി സെയിം ടൈമിൽ നടക്കും. സൈമൾട്ടേനിയസ് ആയിട്ട് ഡേറ്റ മൂവ്മെന്റ് നടക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കണം ഈ ഷെയറിംഗ് എങ്ങനെയാണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് വഴി എങ്ങനെയാണ് ഇത് ഷെയർ ചെയ്യുക. രണ്ട് രീതിയിൽ നമുക്ക് ഈ ഡേറ്റ മൂവ്മെന്റ് ഡിഫൈൻ ചെയ്യാം. ഒന്ന്, either the link must contain two physically separate transmission paths, one for transmitting and other for receiving. ഒന്നുകിൽ നമ്മൾ ഫിസിക്കലി രണ്ട് ട്രാൻസ്മിഷൻ പാത്ത് അസൈൻ ചെയ്തിരിക്കണം. ഒരെണ്ണം ട്രാൻസ്മിറ്റിങ്ങിന് വേണ്ടിയിട്ടും ഒരെണ്ണം റിസീവിങ്ങിന് വേണ്ടിയിട്ടും. ക്ലിയർ? അപ്പോ എന്തില്ല, ബുദ്ധിമുട്ടില്ലാതെ ഡേറ്റ മൂവ്മെന്റ്സ് നടക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഓർ the capacity is divided between signals traveling in both direction. നമ്മൾ പറഞ്ഞു ആ കമ്മ്യൂണിക്കേഷൻ ലിങ്കിന്റെ എൻറ്റയർ ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്ത് കൊടുക്കണം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ട്രാൻസ്മിറ്റിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടു ആൻഡ് ഫ്രോ സൈമൾട്ടേനിയസ് ആയിട്ട് ഡേറ്റ ഫ്ലോ ചെയ്യും, അല്ലെങ്കിൽ ഡേറ്റ മൂവ്മെന്റ് നടക്കും. ക്ലിയർ? ഇനി ഇതിന്റെ എക്സാമ്പിൾ ടെലിഫോൺ ആണ് എക്സാമ്പിൾ. ഓക്കെ. നമുക്കറിയാം ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബുദ്ധിമുട്ടില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കാം, അല്ലെ? അതുകൊണ്ടാണ് അത് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിന് എക്സാമ്പിളായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ? നമ്മൾ ഇന്ന് പറഞ്ഞത് ട്രാൻസ്മിഷൻ മോഡാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ഡിവൈസസ് തമ്മിൽ ഡേറ്റ ഫ്ലോ ചെയ്യുമ്പോൾ ആ ഡേറ്റ ഫ്ലോയുടെ ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യാനാണ് ട്രാൻസ്മിഷൻ മോഡ് ഉദ്ദേശിക്കുക അല്ലെങ്കിൽ പറയുന്നത്. ക്ലിയർ? ഇനി അതിനെ നമ്മൾ അതിന്റെ ഡേറ്റ ഫ്ലോയുടെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിംപ്ലെക്സ്, ഹാഫ് ഡ്യൂപ്ലെക്സ്, ഫുൾ ഡ്യൂപ്ലെക്സ്. സിംപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണി ഡയറക്ഷൻ ആണ്, ഒരു ഡയറക്ഷനിലോട്ട് മാത്രം ഡേറ്റ മൂവ് ചെയ്യും. ഹാഫ് ഡ്യൂപ്ലെക്സ് ആണെങ്കിൽ അതെ വർക്ക് സ്റ്റേഷൻ 1 നിന്ന് വർക്ക് സ്റ്റേഷൻ 2ലേക്കും 2 നിന്ന് വർക്ക് സ്റ്റേഷൻ 1ലേക്കും ഡേറ്റ പോകും, പക്ഷെ ഡേറ്റ ഫ്ലോ ചെയ്യും, പക്ഷെ എന്തില്ല, അറ്റ് ദ സെയിം ടൈമിൽ ഡേറ്റ മൂവ്മെന്റ് നടക്കില്ല. അതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് പോലീസ് ഓഫീസേഴ്സിന്റെ കയ്യിലിരിക്കുന്ന ഓക്കി ടോക്കി, അതിനൊരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. തേർഡ് നമ്മൾ പറഞ്ഞത് ഫുൾ ഡ്യൂപ്ലെക്സ് ആണ്. ഫുൾ ഡ്യൂപ്ലെക്സിൽ ഈ ഫസ്റ്റ് പറഞ്ഞ രണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ലിമിറ്റേഷൻസ് ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡേറ്റ ഫ്ലോ അല്ലെങ്കിൽ ഡേറ്റ മൂവ്മെന്റ് നടക്കും, സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ നടക്കും. ക്ലിയർ? അങ്ങനെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ടെലിഫോൺ. ഓക്കെ. ഇന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.